ഞാൻ നേരത്തെ 2 അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സാറ് വായിച്ചു. സാർ എൻ്റെ മകളുടെ അഡ്മിഷനായി കുറച്ച് ഗോൾഡ് പണയം വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുതുക്കേണ്ടത് മെയ് മാസത്തിലാണ്. ജനുവരി മുതൽ ചില ബാങ്കുകളിലൊക്കെ നിയമങ്ങൾ മാറി ഫുൾ എമൗണ്ടും ഇൻട്രസ്റ്റും അടച്ച് ക്ലോസ് ചെയ്യണം. നമ്മൾ വെക്കുന്ന എമൗണ്ടിന് ലിമിറ്റുണ്ട്. അങ്ങനെ ഞാൻ ഇത് പുതുക്കി വെക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു ഫുൾ എമൗണ്ട് അടച്ച് ക്ലോസ് ചെയ്യണം, പുതുക്കി വെക്കാൻ പറ്റില്ല എന്ന്. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കണ്ണാ, നീ എനിക്ക് ഒരു അവസരം കൂടി തരണേ, എഹ്, ഇത് അടച്ച് പുതുക്കി വെക്കാൻ. ഞാൻ ഇത് ത്രിപത്രത്തിൽ പറയാമെന്ന് പറഞ്ഞുട്ടോ. അങ്ങനെ 3-4 ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ വേറെ ഒരു ബാങ്കിൽ പോയി തിരക്കിയപ്പോൾ അവിടെ എന്താ കഥ, അവിടെ സാർ അത്ഭുതം തന്നെയാണ്. ഞാൻ ആ ബാങ്കിൽ എത്ര രൂപയ്ക്കാണോ മാറ്റി വയ്ക്കുന്നത് അത്രയും എമൗണ്ട് എനിക്ക് ഈ ബാങ്കിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ക്ലോസ് ചെയ്ത് ഗോൾഡ് ഈ ബാങ്കിലോട്ട് മാറ്റിയാൽ മതിയെന്ന്. ഇത് അത്ഭുതമാണോ മായയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ണനെ കൊണ്ട് മാത്രമേ ഇത് സാധിക്കൂ. എനിക്ക് പലിശ മാത്രമേ അടയ്ക്കേണ്ടി വന്നുള്ളൂ സാർ. ഞാനത് പുതുക്കി ഈ ബാങ്കിലോട്ട് മാറ്റി വെച്ചു. എല്ലാം കണ്ണൻ്റെ അനുഗ്രഹം. എനിക്കിതൊരു വലിയ അനുഭവമാണ് സാർ. കണ്ണൻ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വായിക്കണേ സാർ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്താ കഥ, ജീവിതമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ വരികളാണ് എന്നിലേക്ക് അയച്ചു തരുന്നത്. എത്ര അനുഭവങ്ങളാണെന്നറിയോ എൻ്റെ കയ്യിലുള്ളത്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അതൊക്കെയാണ് കാര്യം. അതുകൊണ്ടാണ് ഓരോരുത്തരുടേതും ലേറ്റ് ആവുന്നത്. ഞാൻ എങ്ങനെയൊക്കെയാണ് ഇത് ഭഗവാനെ പറഞ്ഞു തീർക്കുക, എനിക്കൊരു പിടുത്തമില്ലല്ലോ. എന്തായാലും കാത്തിരിക്കുക, എല്ലാവരുടേതും പറയൂ കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഒരുപാട് പേർക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അത്രയും നാരായണീയവും അത്രയും കൃഷ്ണവിഗ്രഹവും ഭഗവത്ഗീതയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കുറേ ദിവസമായിട്ട്. എന്താ കഥ അല്ലേ. ഹരേ കൃഷ്ണ.